Welcome to GeoIAS Current Affairs Top Line. GeoIAS has launched PCM batch targeting 2027 Civil Service examination only for ₹1,000 per month. 2 years one time payment ചെയ്യുന്നവർക്ക് ₹5,000 2 years class and subscription ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rate. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The River Basin Management Scheme has been extended for the 16th Finance Commission period spanning 2026-27 to 30-31. Highlighting India's renewed focus on integrated and sustainable water resource management at the basin level. ഈ ഒരു RBM സ്കീം 16th ഫിനാൻസ് കമ്മീഷൻ പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. റിവർ ബേസിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മേജർ വാട്ടർ സോഴ്സസ്, അതായത് പെനിൻസുലാർ ഹിമാലയൻ ആ ഒരു റിവർ ബെൽസ് വളരെ എഫക്റ്റീവായിട്ടും സസ്റ്റൈനബിളായിട്ടും റിസോഴ്സ് കളക്ട് ചെയ്യുക, യൂസ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ RBM സ്കീം ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലാണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റെജുവിനേഷൻ. ഇറ്റ്സ് പ്രൈമറി ഗോൾ ഇസ് ടു എൻഷുർ ദ ഇൻ്റഗ്രേറ്റഡ് പ്ലാനിങ്, ഒരു ഒരുമിച്ചുള്ള പ്ലാനിങ് അല്ലേ. ഇൻ്റഗ്രേറ്റഡ് പ്ലാനിങ് ആണ് ഏറ്റവും എഫക്റ്റീവ്. ഈ ഒന്നൊന്നായിട്ടുള്ളതിനേക്കാളും കൂട്ടായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ്. ഒരു റിവറിന് തന്നെ മേജർ ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സസ്റ്റൈനബിൾ യൂസ്, പ്രൊട്ടക്ഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് അറ്റ് ദ റിവർ ബേസിൻ ലെവൽ. ആസ് ഐ സെഡ്, ഒറ്റയ്ക്ക് ഓരോ ട്രിബ്യൂട്ടറെയും ഡിസ്ട്രിബ്യൂട്ടറെയും ആ മെയിൻ റിവറിനെയും നോക്കാതെ എല്ലാത്തിനെയും ഒരുമിച്ച് ആ ഒരു റിവർ ബേസിനോട് കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. RBM സ്കീം കൺസിസ്റ്റ് ഓഫ് 2 ബ്രോഡ് കമ്പോണൻസ്, 2 കമ്പോണൻസ് ഉണ്ട്. ബ്രഹ്മപുത്ര ബ്രോഡ് ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് സ്കീം ഇംപ്ലിമെൻറ്റഡ് ത്രൂ സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ഈ ഒരു ബ്രഹ്മപുത്ര ബോർഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സ്കീം സെൻട്രൽ വാട്ടർ കമ്മീഷൻ വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസി NWDAയും ഇതിന് പങ്കാളിയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ബ്രഹ്മപുത്ര ബോർഡ് ഫോക്കസ് ഓൺ റിവർ ബേസിൻ പ്ലാനിങ്, ഫ്ലഡ് കൺട്രോൾ, ഇറോഷൻ. അപ്പോൾ ഒരു ബോർഡിൻ്റെ ജോലി എന്താണ്? റിവർ ബേസിൻ പ്ലാനിങ്, ഫ്ലഡ് കൺട്രോൾ ചെയ്യുക, ഇറോഷൻ മാനേജ് ചെയ്യുക. അതുപോലെ CWC ആൻഡ് NWDA ഈ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരുടേതായ ഈ പ്രധാനപ്പെട്ട ജോലികൾ ഈ ഒരു സ്കീമിന് കീഴിലുണ്ട്. NWDയുടെ കീഴിലാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്ട്സ് എല്ലാം വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർലിങ്കിങ്, ഇൻലൻഡ് നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ. എന്താണ് ലിഡാർ? ഈ ഒരു സ്കീമിനോടൊപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ലിഡാർ, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ബേസ്ഡ് ഓൺ സർവേ ഓഫ് ഫോറസ്റ്റ് ഏരിയാസ് ഇൻ 10 സ്റ്റേറ്റ്സ്. 10 സ്റ്റേറ്റ്സിൽ ഫോറസ്റ്റ് സർവേക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലിഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. 10 മാപ്ഡ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. ലൈഫൈ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിഡാർ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വിട്ടുകളയരുത്. യൂട്ടിലൈസിംഗ് മോഡേൺ മാപ്പിംഗ് ആൻഡ് സർവേയിങ് ടൂൾസ് ലൈക്ക് ജോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ലിഡാർ ആൻഡ് ഡ്രോൺ സർവീസ് ടു എൻഷുർ പിൻ പോയിന്റ് ആക്യുറസി ഇൻ ടോപ്പോഗ്രാഫിക്കൽ ആൻഡ് ഹൈഡ്രോളജിക്കൽ പ്ലാനിങ്. സോ ഈ ഒരു റിവർ വാട്ടർ കൺസർവേഷൻ ആൻഡ് റിസോഴ്സ് ടേക്കിംഗ്, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ മാപ്പിംഗ് ടെക്നോളജീസ് ആണ് ലൈക്ക് GIS, ലിഡാർ ആൻഡ് ഡ്രോൺ സർവീസ്. ഇന്ത്യയിൽ 12 മേജർ റിവർ സിസ്റ്റവും 8 കോമ്പോസിറ്റ് റിവർ ബേസിനുമാണ് ഉള്ളത്. മൊത്തം 20 റിവർ ബേസിൻ ഗ്രൂപ്പ്സ് ആണുള്ളത്. മേജർ റിവർ ബേസിൻ ഏതൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, പെണ്ണാർ, ബ്രാഹ്മണി, ബൈതർണി, സബർമതി, മാഹി, നർമ്മദ ആൻഡ് താപ്തി. ഇപ്പോൾ മേജർ ആയിട്ടുള്ളത് ഇതാണ്. ഇതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ളതും ഉണ്ട്, സച്ച് സുബർണരേഖ, അതുപോലെ ലൂണി, ദ ഒൺലി റിവർ ഫ്ലോയിങ് ടുവേർഡ്സ് ദാറ്റ് പാർട്ട് ഓഫ് രാജസ്ഥാൻ. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നേരത്തെ UPSC ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു റെഫറൻസ് ഇവിടെ എടുത്തേക്കുവാണ്. നർമ്മദ റിവറിൻ്റെ ലൊക്കേഷനാണ് അന്ന് ചോദിച്ചിരുന്നത്. നർമ്മദ റിവർ ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്. അപ്പോൾ ഒരു റിവർ എടുക്കുമ്പോൾ റിവറിന് ചുറ്റും ഏതൊക്കെയുണ്ട്, പ്ലേറ്റോസ് ഏതെങ്കിലും ഉണ്ടോ, ഹിൽസ് ഏതെങ്കിലും ഉണ്ടോ, ഇതുപോലെ റേഞ്ചസ് ഏതെങ്കിലും ഉണ്ടോ, അതെല്ലാം പഠിക്കണം. ഇറ്റ് റൺസ് വെസ്റ്റ്വേർഡ് ഒഴുകുന്ന നദിയാണല്ലേ. അപ്പം നർമ്മദ ആൻഡ് താപ്തി വെസ്റ്റ്വേർഡ് ഒഴുകുന്ന നദികളാണെന്ന് അറിയാമല്ലോ. സോ ഇറ്റ് റൺസ് വെസ്റ്റ്വേർഡ് ത്രൂ എ റിഫ്റ്റ് വാലി. ആ റിഫ്റ്റ് വാലി എന്നുള്ള വാക്ക് തന്നെ UPSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൗണ്ടഡ് ബൈ ദ വിന്ധ്യാസ് ടു ദ നോർത്ത് ആൻഡ് സത്പുരാസ് ടു ദ സൗത്ത്. നോർത്ത് ഏതാ വിന്ധ്യ, സൗത്ത് ഏതാ സത്പുരാസ്. ആൻഡ് താപ്തി റിവർ, ഇനി ചോദിക്കാൻ സാധ്യത താപ്തി റിവർ ആയിരിക്കും. സോ കൺവേഴ്സ്ലി ഫ്ലോസ് സൗത്ത് ഓഫ് സത്പുര റേഞ്ച്. സത്പുരയുടെ സൗത്തിലായിട്ടാണ് താപ്തി റിവർ ഫ്ലോ ചെയ്യുന്നത്. ഇത് നോർത്ത് വെച്ചേക്കാം. ഫുൾ ഹിമാലയൻ റിവർ സിസ്റ്റം എടുത്തു നോക്കിയാൽ ഗംഗ, യമുന, ബ്രഹ്മപുത്ര, ഇൻഡസ്, ഈ ഇത്രയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ളത്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാണ്?
റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാണ്, ഇതെല്ലാം വ്യക്തമായി പഠിച്ചു വെക്കണം. ഗംഗയുടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുകയും വേണം. ചിലപ്പോൾ ട്രിബ്യൂട്ടറീസ് ഈസ്റ്റ് വെസ്റ്റ് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ വെസ്റ്റ് ഈസ്റ്റ് അറേഞ്ച് ചെയ്യാനും ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ ഇത് അങ്ങനെ തന്നെ നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഗംഗ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗോത്രി ഗ്ലേഷ്യർ ആണ്. യമുന യമുനോത്രി ഗ്ലേഷ്യർ. ബ്രഹ്മപുത്ര ആക്സായ് ചമ്യുങ്ഡാങ് ഗ്ലേഷ്യറിൽ നിന്നാണ്. ആൻഡ് ഇൻഡസ് ഒറിജിനേറ്റ്സ് നിയർ മാൻസരോവർ ലേക്ക്, ടിബറ്റ്. ഇനി ഏതെങ്കിലും റിവർ ഏതെങ്കിലും ലേക്കിലേക്ക് ഒഴുകി ചേരുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും പഠിക്കണം. ചെലം റിവർ ഫ്ലോസ് ടുവേർഡ്സ് വൂളർ ലേക്ക് അല്ലേ? പക്ഷേ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കാവേരി റിവർ ഫ്ലോസ് ടുവേർഡ്സ് ലേക്ക് കൊല്ലേരു. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ചെലം റിവർ ഫ്ലോസ് ടുവേർഡ്സ് വൂളർ ലേക്ക് ശരിയാണ്. അപ്പോൾ ഈ റിവേഴ്സ് ഏതെങ്കിലും ലേക്സിൽ വന്ന് ചേരുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ചുറ്റുപാടും ഏതെങ്കിലും ലേക്സ് ഉണ്ടെങ്കിൽ അതും പഠിച്ചിരിക്കണം. ഗ്ലേഷ്യേഴ്സ് നെയിംസ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇസ് പെനിൻസുലർ റിവർ സിസ്റ്റം. പ്രധാനമായിട്ടും ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി, ദെൻ കൃഷ്ണ, നർമ്മദ, കാവേരി, മഹാനദി, താപ്തി. ഇവയുടെ എല്ലാം ട്രിബ്യൂട്ടറീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിബ്യൂട്ടറി തന്നിട്ട് ഏത് റിവറിൻ്റെ ആണെന്ന് പോലും ചോദിക്കാം. ഓക്കെ, താപ്തിയുടെ ഞാൻ പറഞ്ഞതുപോലെ ലൊക്കേഷൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ട്രിബ്യൂട്ടറീസ് അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. നർമ്മദ ഓൾസോ. ഇതിനടുത്ത് ഏതെങ്കിലും ഹിൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഡാംസ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ലേക്സ് ഉണ്ടെങ്കിലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഗോദാവരി ഒറിജിനേറ്റ്സ് അറ്റ് ത്രംബകേശ്വർ, മഹാരാഷ്ട്ര. ത്രംബകേശ്വർ ഹിൽസ് എന്നാണ്. കൃഷ്ണ ഒറിജിനേറ്റ്സ് അറ്റ് മഹാബലേശ്വർ ഹിൽസ്. ആൻഡ് നർമ്മദ ഒറിജിനേറ്റ്സ് അറ്റ് അമർകണ്ടക് പ്ലേറ്റോ, ഇമ്പോർട്ടൻറ്റ്. കാവേരി ഒറിജിനേറ്റ്സ് അറ്റ് തലക്കാവേരി ബ്രഹ്മഗിരി ഹിൽസ്, കർണാടക. മഹാനദി ഒറിജിനേറ്റ്സ് അറ്റ് സിഹാവ ഹിൽസ്, ഛത്തീസ്ഗഡ്. ആൻഡ് താപ്തി ഒറിജിനേറ്റ്സ് അറ്റ് ബെത്തൂൾ പ്ലേറ്റോ, ഇമ്പോർട്ടൻറ്റ്, സത്പുര റേഞ്ച്. ഇതെല്ലാം ഹിമാലയൻ റിവേഴ്സിൻ്റെ ആയാലും ശരി, പെനിൻസുലർ റിവേഴ്സിൻ്റെ ആയാലും ശരി, ട്രിബ്യൂട്ടറീസ് വളരെ നന്നായിട്ട് പച്ചവെള്ളം പോലെ പഠിച്ച് വെച്ചേക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഈ പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള റേഞ്ചസ്, ഹിൽസ്, പ്ലേറ്റോസ്, പ്രധാനപ്പെട്ട ഹിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിൽഗ്രിം സൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക. പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ബുദ്ധിസം ജൈനിസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ റിവർ ബാങ്കിനോട് അനുബന്ധിച്ചുണ്ടെങ്കിൽ ഏതെങ്കിലും നാഷണൽ പാർക്കോ ബയോസ്ഫിയർ റിസർവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി പോവുക. റിവർ ഡയറക്റ്റ് ചോദിക്കും, പ്ലസ് ഇതുമായിട്ടുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പ്രധാനമായിട്ടും പിൽഗ്രിം സൈറ്റും അതുപോലെ ഇതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള വേൾഡ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളും റിവർ ബേസിനുമായിട്ട് ലിങ്ക് ചെയ്തും മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ മാപ്സ് ഓഫ് ദ റിവേഴ്സ് വിച്ച് ഐ ഹാവ് മെൻഷൻ ഹിയർ. യു ക്യാൻ ഗോ ത്രൂ ദ മാപ്സ്, സ്റ്റഡി ദ മാപ്പ്, ഡ്രോ ദ മാപ്പ് ആൻഡ് സ്റ്റഡി. ഇത് വളരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. മാപ്പ് വരച്ച് തന്നെ ഡ്രോ ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.